ആസ്വദിക്കാനുള്ള മടി കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതാണ് പുതിയ പറഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ലിവിങ് ടുഗദർ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മണ്ടത്തരമാണ്. സത്യം. നമ്മൾ ഒരാളുടെ പേത്ത് മാത്രം പഴിച്ചു തരാൻ പാടില്ല. ഇപ്പൊ റിലേഷനിലാവുമ്പോൾ രണ്ടുപേരും കൂടി പ്രേമിക്കുമ്പോൾ നടക്കുന്ന കാര്യം അപ്പൊ റിയാക്ട് ചെയ്യാണ്ട് പിന്നെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. എത്ര നാളെ ഇത് പറഞ്ഞു എനിക്ക് ഇതൊക്കെ ഒന്നാണ് സാധനം. ആസ്വദിക്കാനുള്ള മടി കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അല്ല കല്യാണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതാണ് പുതിയ പറഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർ അതിന് ഓക്കെ ആയിട്ടുണ്ടാവൂല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രസവിക്കരുത്. നമുക്ക് ഇഷ്ടമായി നമുക്കൊരു കൊച്ചു വേണം എന്ന് ആഗ്രഹിച്ച് പ്രസവിക്കുന്നത് വേറെ. ഈ ചോദ്യം പ്രമുഖ മുഖ്യധാര ഞാൻ കണ്ടിട്ടില്ല. പേടിയായിരിക്കും ഒരു കൊച്ചിന് ബർത്ത് കൊടുക്കാൻ വേണ്ടിട്ട്. നമ്മളെ പോലെ ചിലവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഈ കൂടുതൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. ലിവിങ് ടുഗദർ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ മണ്ടത്തരമാണ്. ഞാൻ പറയാൻ ലിവിങ് ടുഗദർ ആയിട്ടില്ലേ അപ്പൊ ബ്രേക്കപ്പ് അയക്കുമ്പോ ഇപ്പത്തെ കാലഘട്ടം നടക്കുന്ന ചെക്കന്റെ പേര് കൂടി പെണ്ണ് കേസ് കൊടുക്കും. അന്ന് എനിക്ക് ഫുഡ് വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ച് നടന്നു. ഞാൻ കാറിന് ഡീസൽ അടിച്ചായിരുന്നു. ഞാൻ കാലിക്കറ്റ് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്താണ്. ഞാൻ അവന് വേണ്ടി 7000 മുടക്കി. അവന് അന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാണ്. പിന്നെ ലിവിങ് ടുഗദർ ഇങ്ങനെയൊക്കെ പറഞ്ഞ മണ്ടത്തരാണ്. കല്യാണം കഴിച്ചോളൂ. പാർട്ട്ണർ ഒരു ഓപ്ഷനാണ്. വേണമെങ്കിൽ നിൽക്കാം, കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയല്ല, ഒരിക്കലും ഇല്ല. നമ്മളും കൂടി നമ്മൾ ഒരാളുടെ പേത്ത് മാത്രം പഴിച്ചു തരാൻ പാടില്ല. ഇപ്പൊ റിലേഷനിലാവുമ്പോൾ രണ്ടുപേരും കൂടി പ്രേമിക്കുമ്പോൾ നടക്കുന്ന കാര്യം അത് അപ്പൊ റിയാക്ട് ചെയ്യാണ്ട് പിന്നെ റിയാക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. ആളൊന്ന് നാറ്റിക്കാന്നുള്ളൂ. അല്ലാണ്ട് അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്ത നേരത്തെ വേണം. അവരുടെ ബോഡിയാണ്, അവരുടെ കാര്യങ്ങളാണ്. അതെല്ലാം ഷെയർ ചെയ്തിട്ട് പിന്നെ കേസ് കൊടുക്കുന്നതിൽ കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യണം. നിയമം വന്നല്ലോ. അതായത് ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി ഇപ്പൊ 50% നിയമം വന്നിട്ട് കാര്യമൊന്നുമില്ല. മാറൊന്നുമില്ല നിയമം. എത്ര നാളെ ഇത് പറഞ്ഞു എനിക്ക് ഇതൊക്കെ ഒന്നാണ് സാധനം. നിയമമൊന്നും വന്നിട്ടൊന്നുമില്ല. കോടതി എന്നൊക്കെ അറിയാൻ പറ്റും. ശരിക്കും ബോയ്സിന്റെ സൈഡിൽ നോക്കുമ്പോ അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ ആരില്ല. ഐ മീൻ അങ്ങനെയല്ല. മൊത്തത്തിൽ നോക്കുമ്പോ ഗേൾസ് ഇപ്പൊ പീഡിപ്പിച്ച് കൊടുത്തെന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ അത് പിടിച്ച് ഇതാക്കാം. ചിലപ്പോ ഒന്നും അറിയാത്ത നിരപരാധി ആയിരിക്കും ആ ഒരു പേഴ്സൺ. ഒരു വൺ മാൻ ഷോ ഉള്ള ഒരാള് അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാല് ഇന്നാള് ജയിക്കുമെന്ന് കാണിക്കാൻ എല്ലാവരും വളരെ ഈക്വൽ ആയിട്ട് എല്ലാവരും അവരുടേതായ ഒരു സ്റ്റെബിലിറ്റിയിൽ നിൽക്കുന്ന പ്രാവശ്യം. കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് ഇന്നാള് വിന്നറാവുന്നൊക്കെ നമുക്ക് തോന്നിയായിരുന്നു. അതിന് മുന്നത്തെ പോലും തോന്നുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആര് വിന്നറാവുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇനി ഒരു 50 ദിവസം കഴിയുമ്പോ ഒരു വ്യക്തിക്ക് ഒരു അവിടെ ഒരു ബലം കിട്ടും. അയാൾ ഗെയിം അവർ കളിക്കുന്നവർ വീടിന്റെ പണിയായിട്ടില്ല. ഫസ്റ്റ് ദിവസങ്ങൾ തന്നെ അവരെ ലഗേജ് ഒക്കെ കൂട്ടി വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ. ഞാനപ്പൊ തന്നെ ഞാനൊക്കെ ഉള്ള സീസൺ ആണെങ്കിൽ നമ്മൾ അന്ന് തന്നെ തിരിച്ചു വരും. കാര്യം നമുക്ക് ഡ്രസ്സില്ല ഇടാൻ, പല്ല് വയ്ക്കാൻ ബ്രഷ് ഇല്ല. പിന്നെ എന്തോ അവിടെ എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളുണ്ടല്ലോ. പിന്നെ ഈ അനുമോള് ഭയങ്കരമായിട്ട് അനുമോള് ബേസിക്കലി റിയൽ ലൈഫിൽ ഭയങ്കര ഇമോഷനാണ്. ഭയങ്കര സെൻസിറ്റീവ് ആൾക്ക് അങ്ങനെ താങ്ങാൻ പറ്റില്ല. എന്നുവെച്ചാൽ അമ്മേന്റെ അച്ഛന്റെ കുഞ്ഞല്ലേ, എപ്പോഴും ആളൊരു കുഞ്ഞാണ്. അപ്പൊ ആ ഒരു വിഷമം ഇമോഷണലി ആൾക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. സെൻസിറ്റീവ് അറിയാവുന്നവർക്ക് അറിയാം. അതൊരു പറയും കണ്ണീരെന്നൊക്കെ പറയാം. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വീട് വിട്ടു വെക്കാന്ന് പറഞ്ഞാൽ തന്നെ സുഖങ്ങളും സൗകര്യങ്ങളും വിട്ടു വെക്കാൻ കളിയാക്കി കരയണ ആളാ. എനിക്കറിയാമല്ലോ പിആറിന് വിശ്വാസമില്ല. കാശ് കൊടുത്തിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എനിക്ക് വിശ്വാസമില്ല. കാര്യം എത്ര നാള് നമുക്ക് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ല ബ്രോ, നമുക്ക് നല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ വിന്നതാവും. ഗുഡ് ക്വാളിറ്റി ഉള്ള മനുഷ്യൻ വിന്നതാവും. പേഴ്സണലി അറിഞ്ഞൂടാ. അറിയാവുന്ന അനുമോളായിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ്. നമ്മുടെ ഫാമിലിയിൽ ഒരു സിസ്റ്റർ തന്നെയാണ് അനുമോള്. അഫ്കോഴ്സ് നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ആള് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇമോഷണലി കുറച്ച് അത് ഓക്കെ ആകും. ഇങ്ങനെയല്ല ഓക്കെ ആവാം. സുഹൃത്തിന്റെ ഭർത്താവ് സുചേട്ടൻ സുഹൃത്താണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മള് അതിനൊരു കൺസേൺ ഉണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. പിന്നെ നമ്മളെന്താ ഒരു വ്യക്തി കാണിക്കുന്ന നമ്മൾ നോക്കാറില്ല. ഞാൻ രേണുസുവിന്റെ ലൈഫിൽ ഒറ്റോട്ടം കണ്ടിട്ടുണ്ട്. ഒറ്റോട്ടം നമ്മൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷൻ എടുക്കും. എനിക്കല്ലാതെ ഒരു പേഴ്സൺ അറിയില്ല. ഞാൻ കാണാറുണ്ട്. ഞങ്ങൾ രണ്ടോട് ഒരുമിച്ചാണ്. അക്ബർ നല്ല മനുഷ്യനാണ്. അതിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏതൊരു മനുഷ്യന് ഈ കയ്യിൽ ഇങ്ങനെ 2 വശമുള്ളത് തന്നെയാണ്. ഒരു മനുഷ്യന് 2 വശമുണ്ട്.
അപ്പൊ ഈ ബിഗ് ബോസിന്റെ ഷോയിൽ ആകെ 24 മണിക്കൂറിൽ അതിൽ ആകെ 45 മിനിറ്റ് 1 മണിക്കൂർ നിങ്ങൾ കാണുള്ളൂ. ആ ലൈവായിട്ട് ഇരുന്ന് കാണാം. അയാളെ സ്റ്റോറി ഒക്കെ പറഞ്ഞു. അപ്പൊ അത് അയാളതിൽ അതിന്റെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഷോ വരെയും കാണാതെ നിങ്ങളൊരു അതിൽ ഈ റീൽസ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ട് തെറ്റ് പറ്റിയിട്ട് മാപ്പ് പറയുന്നതാണ് യഥാർത്ഥത്. തെറ്റി ലോകത്ത് എല്ലാവർക്കും പറ്റാറുണ്ട്. അത് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പൊ അക്ബർ ഇപ്പൊ അതിന് പറയണെങ്കിൽ ഒരു മനുഷ്യന് ദേഷ്യം ഇപ്പൊ ഞാൻ എന്റെ ഭാര്യന് ദേഷ്യം എന്തൊക്കെ പറയാറുണ്ട്. ഞാൻ അപ്പൊ തന്നെ എന്റെ പൊന്നുപോലെ ഒരു അബദ്ധം വരും വായുതായി ദേഷ്യം വരും നമ്മൾ ചീത്ത വിളിക്കും. അങ്ങനെ പല കാര്യം പറയും. ചിലപ്പോ ഫണ്ണായിട്ട് പറഞ്ഞേക്കും നമ്മൾ അയ്യോന്ന് എടുത്താൽ അത് ഓക്കെ സീനാണ്. അതേസമയം അയ്യേ അപ്പൊ അത്രേ ഉള്ളൂ. ഫണ്ണി ആയിരിക്കാം ചിലപ്പോ ആൾ ഉദ്ദേശിക്കും. പിന്നെ ആൾക്കാർ ഊന്ന് പറയുമ്പോ അത് വേറെ രീതിയിൽ അത് പിന്നെ അങ്ങനെ അത് കുറച്ച് കൂടിപ്പോയി നമ്മൾ പറഞ്ഞത്. അല്ല ഫൺ ഞാൻ പറഞ്ഞത് അക്ബർ അത് ഫണ്ണായിട്ട് ഉദ്ദേശിക്കുന്നു. ഞാൻ അത് കൂടിപ്പോയി. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ജഡ്ജ്മെന്റിൽ അയാളെ ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. ജനറേഷനോട് സാറ് സുഖമണ്ടത്ര മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ് സെറ്റപ്പിൽ പോയി അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മതി. 90s ഇരുന്നാലും പ്രശ്നം. ഇപ്പൊ നമ്മള് 20s-ലായിട്ട് അപ്ഡേറ്റ് ആയിട്ട് പ്രശ്നമില്ല. അത് കത്തി ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ എന്താണോ അന്ന് ഗോ വിത്ത് ഫ്ലോ അല്ലേ. പക്ഷെ അപ്പോൾ നമ്മള് മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടും. അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം സെറ്റിൽ ഒരു കല്യാണം ചോദിച്ച ആളാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറയാണ്. നമ്മള് ജീവിതത്തിൽ സെറ്റിൽ ആവില്ല. രാവിലെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരാളെ കല്യാണം കഴിക്കാൻ നമ്മള് വീട്ടിൽ കാണിച്ചു തരും. ആളെ കല്യാണം കഴിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. കല്യാണത്തെക്കാളും കൂടുതൽ ഡിവോഴ്സ് അല്ലേ നടക്കുന്നത്. നമ്മൾ പ്രിറ്റൻഡ് ചെയ്യരുത് ആരുടെ ഫ്രണ്ടില്. നമ്മൾ എന്താണോ അങ്ങനെ നിന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോകും. അതേസമയം നമ്മൾ പ്രിറ്റൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് നോട്ട് ഗോണ വർക്ക്. അപ്പൊ നമ്മളായിട്ട് എന്തെങ്കിലും ആൾക്ക് നമ്മൾ ഇഷ്ടം അറിയൂ അക്സെപ്റ്റ് ചെയ്യും. സിമ്പിൾ കല്യാണം എന്ന് പറഞ്ഞാല് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ കുറെ കാര്യം ചിന്തിക്കാൻ പറ്റും. നമ്മളെ മനസ്സിലാക്കും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ഇല്ലേ, നമുക്ക് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി നമ്മളെ തിരിച്ചറിയും കല്യാണം കഴിഞ്ഞ. ഒരാൾ പറയാനുള്ളൂ കൂടെ ഷോപ്പിനായിട്ട് സംസാരിക്കണം. കൂടെ ആളുണ്ടല്ലോ ഫുൾ ടൈം. കിഡ്സിൽ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ വാല്യൂ കൊടുക്കുന്നുണ്ടോ? ഈ 2K കിഡ്സ് എന്ന് പറയൂലേ, അതില് ഒരു ഹാഫ് പോർഷൻ ആണ് മേ ബി റിലേഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാർ. അതുപോലെ തന്നെ 90s-ലും ഉണ്ട്. അത് ഈ 2K 90s ഒന്നും ഇല്ല. ഡിപ്പെൻസ് ഓൺ പേഴ്സൺസ്. അതെ, വളർന്നു വന്ന രീതി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഓളപ്പാണ്. എന്ത് കാര്യം ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നത് 90s-ലും 2K-ലുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഞാനെന്റെ വൈഫും തമ്മില് ഹസ്ബൻഡ് വൈഫ് പോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്. ഭർത്താവും ഭാര്യനെ പോലെ എല്ലാ കാര്യവും എല്ലാ വൈബും പോകാറുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയ കാര്യങ്ങൾ വഴക്കൂടാറുണ്ട്. ചില കാര്യം ചെറിയ കാര്യങ്ങൾ ഒന്നുമില്ല. ഡോറ് ഞാൻ വലിച്ചടച്ചു. തുമ്മിയപ്പോ ഷിയാസ്ക നെറ്റിപ്പോയി. അതിന്റെ പ്രശ്നം അത് നമുക്ക് ലൈഫിലല്ലേ